ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 2 നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്ലോകം 10 വരെയാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ 11ാമത്തെ ശ്ലോകം പഠിക്കുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. മാത്രമല്ല തത്വം, വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം പഠിക്കുന്ന ശ്ലോകം കൂടെയാണ് ഈ ഒരു ശ്ലോകം. നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാനുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. നാളെ ആകുമ്പോഴേക്കും ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഭാഗവതമുള്ളവർ ഇതിൽ ഹാൻഡ് റൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. സൂമിലുണ്ട്. അറിയുന്നവർ ആണെങ്കിൽ ചെയ്യാം. ഇല്ലാത്തവരാണെങ്കിൽ ഭാഗവതമുള്ള ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരിക. ഓക്കെ. ശ്ലോകം ഒരാൾക്ക് വായിക്കാം, അടുത്ത ആൾക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. ശ്ലോകം 11. വദന്തി തത്ത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ. വദന്തി തത്ത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ. ഓക്കെ. ജി കെ നായർ പ്രഭു വായിക്കൂ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 11. വദന്തി തത്ത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യതേ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം ആരെങ്കിലും? ഓക്കെ. ഈ പേര വായിക്കൂ. വിവർത്തനം. നിരപേക്ഷ സത്യത്തെ അറിയുന്ന പണ്ഡിതരായ അതീന്ദ്രിയവാദികൾ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ. ഉഷ മാതാജി ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആദ്യത്തെ 2 വരികൾ മാത്രം മതി, വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിരപേക്ഷ സത്യം ആശ്രയവും വിഷയവുമാകുന്നു. അവിടെ ഗുണപരമായി യാതൊരു ഭേദവുമില്ല. ആകയാൽ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിവയെല്ലാം ഗുണപരമായി ഒന്നു തന്നെയാകുന്നു. ഉപനിഷത്ത് വിദ്യാർത്ഥികൾ അവ്യക്തിഗത ബ്രഹ്മമായും ഹിരണ്യഗർഭർ അഥവാ യോഗികൾ ഹൃദയസ്ഥനായ പരമാത്മാവായും ഭക്തന്മാർ ഭഗവാനായും സാക്ഷാത്കരിക്കുന്നത് ഒരേ തത്വത്തെയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷൻ നിരപേക്ഷ സത്യത്തിന്റെ അവസാന വാക്കാകുന്നു. പരമദിവ്യോത്തമ പുരുഷൻ. ഹരേ കൃഷ്ണ. അത്ര മതി. താങ്ക് യു മാതാജി, ഒരുപാട് സന്തോഷം. ഇവിടെ പറയുന്നു വദന്തി തത്വവിദസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ. ഇവിടെ പരമസത്യത്തെക്കുറിച്ച് പറയുവാണ്. പരമസത്യം 3 തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 തരത്തിലുള്ള തിരിച്ചറിവുകളാണ് പരമസത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് പറയുന്നത്. ആദ്യം പറയുന്നു ബ്രഹ്മൻ, 2 പരമാത്മ, 3 ഭഗവാൻ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജ്യോതിയാണ് ബ്രഹ്മജ്യോതി. അപ്പോൾ പരമസത്യത്തിലെ ഒരു ഭാഗമാണ്, സംശയമില്ല. കാര്യം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജ്യോതി ആയതുകൊണ്ട് അത് പരമസത്യത്തിൻ്റെ ഭാഗമാണ്. അത് അല്ല എന്ന് പറയാൻ സാധിക്കില്ല. 2 എന്താണ്? പരമാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഭഗവാന്റെ പരമാത്മാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, എല്ലാ കണങ്ങളിലും ഭഗവാനുണ്ട്, പരമാത്മാവായിട്ടുമുണ്ട്. അതാണ് 2ാമത്തെ
തിരിച്ചറിവ്. മൂന്നാമത്തെ എന്താണ്? പരമസത്യത്തെ ഭഗവാൻ, അതായത് പരമദിവ്യത്വം പുരുഷൻ ഭഗവാൻ. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പരമസത്യം നോക്കിക്കാണുന്ന 3 രീതികളാണ്, അല്ലെങ്കിൽ പരമസത്യത്തെ തന്നെ അതിൻ്റെ റിയലൈസേഷൻ 3 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ക്ഷമിക്കണം, ഇൻ്റർനെറ്റിൻ്റെ ചെറിയ ഫ്ലക്ച്വേഷനുണ്ട്, അതേപോലെ എനിക്ക് ചുമയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ചിലപ്പോൾ തടസ്സം വരും, ക്ഷമിക്കണം എന്നോട്. അപ്പോൾ ഇവിടെ പറയുന്നു ഭഗവാൻ, പരമാത്മ, ബ്രഹ്മൻ. അപ്പോൾ തുടക്കം ആദ്യത്തെ ബ്രഹ്മനാണ്. അപ്പോൾ ബ്രഹ്മൻ എന്ന് നേരത്തെ പറഞ്ഞു, ബ്രഹ്മജ്യോതിയാണ്. അപ്പോൾ ബ്രഹ്മജ്യോതിയാണ് എല്ലാം, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് ധരിക്കുന്നവരാണ് ബ്രഹ്മവാദികൾ. അവരെ ബ്രഹ്മവാദികൾ നമ്മൾ പറയാം. കാര്യം അവർ പറയുന്നു പരമസത്യം എന്ന് പറയുന്നത് ബ്രഹ്മനാണ്, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയാണ്, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ധാരണ അവർക്കില്ല. അപ്പോൾ അതാണ് ബ്രഹ്മവാദികൾ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന പരമാത്മാവാദികൾ എന്താണ്? അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാത്മാവാദികളെ കുറിച്ച് പറയുവാണെങ്കിൽ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങളുമുണ്ട്, നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. അപ്പോൾ പരമാത്മാവാദികൾ ധ്യാനിക്കുന്നത് ഹൃദയത്തിലുള്ള പരമാത്മാവിനെയാണ്. എന്നാൽ അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരമസത്യത്തിൻ്റെ അവസാനം, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഓരോ ലെവലുകളാണ്. ആദ്യം ബ്രഹ്മൻ, ബ്രഹ്മജ്യോതി. ബ്രഹ്മജ്യോതി എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ രൂപമില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ് വരുന്നത്. ഭഗവാന് രൂപമില്ല, ഭഗവാൻ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അതാണ് ബ്രഹ്മവാദികളുടെ ഒരു കൺക്ലൂഷൻ. എന്നാൽ പരമാത്മവാദികൾ അവരുടെ ധാരണ കുറച്ചും കൂടെ ബെറ്ററാണ്, അവരുടെ സ്ഥാനം കുറച്ചുകൂടെ മുകളിൽ വരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഭഗവാന് രൂപമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട്. ആ രൂപം എങ്ങനെയുള്ള രൂപമാണ്? ചതുർഭുജ രൂപമാണ്, അല്ലെങ്കിൽ പരമാത്മാവായിട്ട് ഓരോരുത്തരുടെ ശരീരത്തിലുമുണ്ട്. അപ്പോൾ അവർ ധ്യാനിക്കുന്നത് ആ ചതുർഭുജ ഭഗവത് രൂപമാണ്. എന്നാൽ അതിനപ്പുറത്ത് എന്തെങ്കിലും അവർക്ക് അറിയോ? ഇല്ല. എന്നാൽ ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്ന, അതായത് പരമദൈവത്വം പുരുഷൻ ആണ് ഭഗവാൻ എന്ന് അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളവർ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളവർ, അവർ പറയുന്നത് എങ്ങനെയാണ്? ഭഗവാൻ രൂപമുണ്ട്, ഭഗവാന് വൈകുണ്ഠ ലോകങ്ങളുണ്ട്, ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള, ജീവാത്മാക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ട്, ഭഗവാന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും, ഭഗവാന് ഒരുപാട് ഷഡൈശ്വര്യങ്ങളുണ്ട്, ഷഡൈശ്വര്യപൂർണ്ണമാണ് ഭഗവാൻ. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഒരു ലെവലാണ് മൂന്നാമത് പറയുന്ന ഭഗവാൻ എന്ന് പറയുന്ന തത്വം. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് അതാണ്, 3 പരമസത്യത്തെ മനസ്സിലാക്കുന്ന 3 രീതികൾ, തത്വങ്ങൾ: ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. അപ്പം ഇതിൽ പൂർണ്ണമായിട്ടുള്ളത് എന്താണ്? ഭഗവാൻ റിയലൈസേഷനാണ്. അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ അവിടെ ഷഡൈശ്വര്യങ്ങൾ വന്നു, ഭഗവത് ധാമം വന്നു, ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധങ്ങൾ വന്നു, ഭഗവാന്റെ ഭക്തർ ഭഗവാനെ സേവിക്കുന്നു, ഇതെല്ലാം അതിൽ വരുന്നു. പരിപൂർണമായിട്ടുള്ള ജ്ഞാനമാണത്. എന്നാൽ അപ്പോൾ അതാണ് ശരിക്കും പരമസത്യത്തിൻ്റെ അവസാനം. ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമസത്യത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമദൈവത്വം പുരുഷൻ ഭഗവാൻ എന്നുള്ളതാണ് എന്നുള്ളത്. അല്ലാതെ പരമാത്മാവ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പരമസത്യത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നാൽ അത് പരമസത്യത്തിൻ്റെ അവസാന വാക്കല്ല എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു ലെവലാണ്. എന്നാൽ ഭഗവാൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നവർക്ക് ബ്രഹ്മൻ എന്താണ്, പരമാത്മാവ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ധാരണയും ഉണ്ടാവും അവർക്ക്. ഇപ്പോൾ ബ്രഹ്മവാദികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മവാദികൾക്ക് പരമാത്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർക്കറിയില്ല, ഭഗവാൻ എന്ന് പറയുന്നത് തീർച്ചയായും അവർക്കറിയില്ല. ഷഡൈശ്വര്യപൂർണ്ണമായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ഒരു ഡിക്ഷണറിയിലില്ല. അപ്പോൾ അതുകൊണ്ട് പരമസത്യത്തിൻ്റെ അവസാന വാക്കാണ് ബ്രഹ്മൻ എന്ന് പറയാൻ സാധിക്കില്ല. പരമാത്മാവാദികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ബ്രഹ്മജ്യോതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, കൂട്ടത്തിൽ ഭഗവാന്
എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഉണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനപ്പുറത്ത് ഷഡൈശ്വര്യങ്ങളുള്ള ഭഗവാനുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡൈശ്വര്യപൂർണ്ണമാണ്, ഭഗവത് ധാമമുണ്ട് എന്നുള്ള കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് അവർക്കില്ല. ആ പരിപൂർണമായിട്ടുള്ളൊരു അറിവ് വരുന്നത് മൂന്നാമത് പറയുന്ന കാറ്റഗറിയാണ്. അതുകൊണ്ട് ബ്രഹ്മൻ, പരമാത്മ, അതിൻ്റെ മുകളിലാണ് ഭഗവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പരമസത്യത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്നിവിടെ പ്രഭുപാജിയും ഭാവാർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ ബ്രഹ്മജ്യോതി എന്ന് പറയുന്ന ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. എന്നാൽ അതിനപ്പുറത്ത് സംഭവങ്ങളുണ്ട്. ബ്രഹ്മജ്യോതിയുണ്ട്, പരമാത്മാവായിട്ട് ഭഗവാനുണ്ട്, കൂട്ടത്തിൽ അതിനപ്പുറത്ത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമ പുരുഷ അല്ലെങ്കിൽ പൂർണ്ണ പുരുഷോത്തമൻ ഭഗവാൻ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രഭുപാദി ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. സൂര്യൻ, സൂര്യരശ്മി, സൂര്യദേവൻ, 3 കാര്യങ്ങൾ ഓർക്കുക. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം, പ്ലാനറ്റ്, സൂര്യരശ്മി, ആദ്യം സൂര്യരശ്മി, 2 സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം, 3 സൂര്യദേവൻ. അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലാക്കി തരാൻ വേണ്ടി പ്രഭുപാദ് പറയുന്ന ഉദാഹരണമാണ് ഇത്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി നമ്മൾ ബ്രഹ്മജ്യോതിയായിട്ട് മനസ്സിലാക്കുവാണ്. ബ്രഹ്മജ്യോതിയായിട്ട് നമ്മൾ ഇവിടെ ഉപമയാണ്. അപ്പോൾ ജ്യോതി എന്ന് പറയുമ്പോൾ വെളിച്ചം, സൂര്യരശ്മി നമുക്ക് കിട്ടുന്നു, സൂര്യനിൽ നിന്ന് സൂര്യരശ്മി വരുന്നു, ശരിയല്ലേ? അപ്പോൾ ആ സൂര്യരശ്മി ഇവിടെ ബ്രഹ്മജ്യോതിയായിട്ട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ക്ഷമിക്കണം, സൂര്യരശ്മി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം സൂര്യനിൽ നിന്നാണിത് വരുന്നത് എന്നുള്ളത്. അതിനപ്പുറത്ത് സൂര്യദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയുന്നു എല്ലാം ഇത്, അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചം മാത്രമാണ്. എന്ത് സൂര്യരശ്മിയാണോ വരുന്നത് അതാണ് സൂര്യൻ. അതിനപ്പുറത്തൊരു കൺസെപ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് പരിപൂർണമായിട്ടുള്ള ഒരു തിരിച്ചറിവാണോ? അല്ല. എന്നാൽ ഇനി നെക്സ്റ്റ് ലെവലാണെങ്കിൽ പറയുന്നു, ഓക്കെ, സൂര്യരശ്മി മാത്രമല്ല, സൂര്യൻ എന്ന് പറയുന്ന ഗോളം അല്ലെങ്കിൽ ആ ഒരു ഗ്രഹം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് കുറച്ചും കൂടെ ഹയർ അണ്ടർസ്റ്റാൻഡിങ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ അവർ മനസ്സിലാക്കുന്നു രശ്മി മാത്രമല്ല, ഇത് വരുന്നത് സൂര്യഗോളത്തിൽ നിന്നാണ്. അപ്പോൾ അത്രയും മനസ്സിലാക്കി. പക്ഷേ അതിൻ്റെ പുറകിൽ സൂര്യദേവനാണ്, ഒരു വ്യക്തിയുണ്ട് എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ അത് പരിപൂർണമാവോ? ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ലെവൽ എന്താണ്? സൂര്യരശ്മിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ഇത് വരുന്നത് സൂര്യഗ്രഹത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ പുറകിൽ സൂര്യദേവൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ എന്ന് പറയുന്ന തിരിച്ചറിവ് പോലെ പരിപൂർണമാവുന്നത്. അങ്ങനെയാണ്. അതേപോലെ ഭഗവാൻ എന്ന് പറയുന്ന പരമദൈവോത്തമ പുരുഷൻ, അദ്ദേഹം വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഗോലോകത്തിലോ ആധ്യാത്മിക ലോകങ്ങളിലുണ്ട്. അദ്ദേഹം തന്നെയാണ് പരമാത്മാവായിട്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്നത് തന്നെയാണ് ബ്രഹ്മജ്യോതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ പരിപൂർണമായി. അപ്പോൾ അതാണ് 3 തലത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇത് 3 തത്വങ്ങൾ. ഈ തത്വം ഒന്നാണ് ഈ പരമസത്യം എന്ന് പറയുന്നത്. പക്ഷേ അത് തിരിച്ചറിയുന്നത് 3 രീതികളിലാണ്, 3 ലെവലുകളിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ പരമസത്യമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിരപേക്ഷ സത്യമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് 3ഉം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം, നമുക്ക് അറിഞ്ഞിരിക്കണം. കൂട്ടത്തിൽ ഈ ഉദാഹരണം ഓർത്താൽ മതി, എളുപ്പമാണ്. സൂര്യൻ്റെ ഉദാഹരണം ഓർത്ത് കഴിഞ്ഞാൽ സൂര്യരശ്മി, സൂര്യഗോളം, സൂര്യദേവൻ, ഇത് 3ഉം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ 3 കാര്യങ്ങളും എന്താണ് ബ്രഹ്മൻ, എന്താണ് പരമാത്മ, എന്താ ഭഗവാൻ എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു തത്വമാണ്. ഇത് ഈവൻ ബേസിക് ആയിട്ടുള്ള ഫിലോസഫിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രഹ്മജ്യോതിയേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട്
നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? ആ ഏറ്റവും മുകളിലുള്ള ഭഗവാൻ, പരമജീവത്വം പുരുഷൻ ഭഗവാൻ എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ആചാര്യന്മാർ, പ്രഭുപാദും മറ്റുള്ള ആചാര്യന്മാരും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ ഭഗവാന് രൂപമില്ല, ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതായത് നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, ബ്രഹ്മജ്യോതി മാത്രമാണ് എന്നുള്ളതല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ഹയസ്റ്റ് നോളജാണ്. അതാണ് നമ്മുടെ മഹാസൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും പറയുന്നില്ല ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാഗമല്ല എന്ന് പറയുന്നില്ല. അത് ഭഗവാന്റെ തന്നെ അവ്യക്തമായിട്ടുള്ള ഒരു രൂപം എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള ഒരു തത്വമാണ്. ഏത്? ബ്രഹ്മജ്യോതി ഭഗവാന്റെ തന്നെ അവ്യക്തമായിട്ടുള്ള തത്വം. അത് ഭഗവാനുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതാണ് എല്ലാം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ മായാവാദികളും ബ്രഹ്മവാദികളും ഒക്കെ അവരെ സംബന്ധിച്ച് അവർ പറയുന്നു ബ്രഹ്മജ്യോതിക്ക് അപ്പുറം ഒന്നുമില്ല. ഇതാണ് അവരുടെ ഒരു കൺക്ലൂഷൻ. പക്ഷേ ആ ഒരു തത്വം ശരിയാണോ എന്നുള്ളത് ഇവിടെ പറയുന്നു ശരിയല്ല, അല്ലേ? ഭാഗവതം പറയുന്നതാണത്. അപ്പോൾ വളരെ ക്ലിയറാണ് ഭാഗവതം. അപ്പോൾ ഈ ഒരു തത്വത്തെക്കുറിച്ച് മനോഹരമായിട്ട് പ്രഭുപാദ്ജി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മൾ ഓർക്കുക ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്. എന്താണ് നിരപേക്ഷ സത്യം? നിരപേക്ഷ സത്യം മനസ്സിലാക്കുന്ന 3 ലെവലുകൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തത്വമാണ്. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ചും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് അടുത്ത ശ്ലോകത്തിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ശ്ലോകം 12ലേക്ക് പോവാം. തശ്രദ്ധാനമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയ പശ്യന്തി ആത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതാ ഗൃഹീതയാ. ഓക്കെ, വത്സല മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തശ്രദ്ധാനോ മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശുദ്ധഗൃഹീതയാ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ജ്യോതിലക്ഷ്മി മാതാജി വായിക്കൂ വിവർത്തനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയ്ക്ക് വിവർത്തനം. ജ്ഞാനത്താലും വൈരാഗ്യത്താലും പൂർണ്ണ സജ്ജനായ ഗൗരവമുള്ള ജിജ്ഞാസയിലൂടെ താൻ ശ്രവിച്ചതെന്തോ അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്നു നിരപേക്ഷ സത്യത്തെ മനസ്സിലാക്കുന്ന ആ വഴി, മനസ്സിലാക്കാനുള്ള വഴി എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. അപ്പോൾ അതിലെ അവസാന നിരപേക്ഷ സത്യത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഭഗവാൻ എന്നുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പറയുന്നു ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് വഴി, അതാണ് പറയുന്നത്. അപ്പോൾ നിരപേക്ഷ സത്യത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഭഗവാൻ റിയലൈസേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് അതിനുള്ള മാർഗം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് മാർഗം ഇവിടെ പറയുന്നത്? ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമേ നിരപേക്ഷ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ പ്രഭുപാജി ഭാവാർത്ഥത്തിൽ അത് പറയുന്നുണ്ട്. അതായത് ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ എന്ന് പറയുന്ന, ഇപ്പോൾ പരമാത്മ, ബ്രഹ്മൻ എന്ന് പറയുന്ന ആ ഒരു തിരിച്ചറിവ് ഓക്കെയാണ്. പക്ഷേ അത് ഫുൾ കംപ്ലീറ്റ് അല്ല, പാർഷ്യലാണ്. അല്ലെങ്കിൽ പറയാം അത് പരിപൂർണമല്ല. പരിപൂർണമാവുന്നത് എപ്പോഴാണ്? ഭഗവാൻ തത്വം മനസ്സിലാക്കുമ്പോൾ. അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. പക്ഷേ നിരപേക്ഷ സത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്, എന്നാൽ പൂർണ്ണമല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് പ്രഭുപാദ് ഇവിടെ പറയുന്നു കർമ്മികൾ, ജ്ഞാനികൾ, യോഗികൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അല്ലേ. കർമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികവാദികൾ. അതേപോലെ ജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം നേടാൻ വേണ്ടി അവർ ഒരുപാട്
പഠിക്കുന്നു, കേൾക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഒരു കൺസെപ്റ്റിൽ ആ ഭക്തി എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഭഗവാനോടുള്ള സ്നേഹമില്ല. ജ്ഞാനം നേടണം എന്നുള്ള, ജ്ഞാനത്തിലൂടെ ഇതെല്ലാം ജ്ഞാനിയായി കഴിഞ്ഞാൽ എല്ലാം തിരിച്ചറിയാമെന്നുള്ളൊരു ധാരണയാണ് ജ്ഞാനികൾക്കുള്ളത്. യോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, ആ പരമാത്മാവിനെ മെഡിറ്റേറ്റ് ചെയ്യലാണ് എല്ലാം, അതിനപ്പുറത്ത് അവരുടെ ചിന്തയില്ല. എന്നാൽ ഭക്തരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഭക്തരെന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. ഇപ്പോൾ ഭക്തരുടെ ലെവൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അപ്പുറത്താണ്. കാര്യം സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാനോടുള്ള സ്നേഹമുണ്ട്, തിരിച്ചറിവുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഭക്തിയുത സേവനങ്ങൾ അവർ ചെയ്യുന്നു. ശ്രവണം, കീർത്തനം, സ്മരണമെല്ലാം. അതിലൂടെ പരമസത്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കർമ്മികൾക്കും ജ്ഞാനികൾക്കും യോഗികൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അതാണ് പറയുന്നത്. എന്നാൽ അവരൊക്കെ ഭക്തരുടെ ശ്രേണിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പരമസത്യത്തെക്കുറിച്ചുള്ള ധാരണ അവർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നു. ഇല്ലെങ്കിൽ അപൂർണമായിട്ടുള്ള പല അറിവുകളും ഉണ്ടാവാം, പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രഭുപാദ് ഇവിടെ പറയുന്നു. പിന്നീട് ശ്രീല പ്രഭുപാദജി താഴെ പറയുന്നുണ്ട്, ഈ ഭക്തിയുത സേവനങ്ങളും ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഭക്തരെ 3 തരത്തിലുണ്ടെന്ന് പറയുന്നു. ഭക്തർ 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? കർമ്മികൾ ആരാണെന്ന് പറഞ്ഞു, ജ്ഞാനികളെക്കുറിച്ച് പറഞ്ഞു, യോഗികളെക്കുറിച്ച് പറഞ്ഞു, ഭക്തരെക്കുറിച്ച് പറഞ്ഞു. ഇനി ഭക്തരിൽ 3 കാറ്റഗറി ഉണ്ട് എന്ന് പറയുന്നു. അതെന്തൊക്കെയാണ്? കനിഷ്ഠ അധികാരി, കനിഷ്ഠര്, മധ്യമ, ഉത്തമ. അങ്ങനെ 3 കാറ്റഗറിയാണ്. കനിഷ്ഠ അധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാർ, ഭക്തിയിലെ തുടക്കക്കാർ. മധ്യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചുവറായിട്ടുള്ള ഭക്തർ. ഉത്തമാധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ നിപുണരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠരായിട്ടുള്ളവർ, പരിശുദ്ധ ഭക്തരെയാണ് ഉത്തമാധികാരികളെന്ന് പറയുന്നത്. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്. ഭക്തർ 3 തരത്തിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഭാഗവതത്തിൽ 11ാമത്തെ സ്കന്ധത്തിൽ ആക്ച്വലി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് കനിഷ്ഠ അധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, മധ്യമ അധികാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാണ് കനിഷ്ഠ അധികാരികൾ, എങ്ങനെയുള്ളവരാണ് മധ്യമാധികാരികൾ എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയുള്ളവരാണ് ഉത്തമാധികാരികൾ. 11ാമത്തെ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 45, 46, 47 3 ശ്ലോകങ്ങളിലായിട്ടാണ് ഈ ഒരു തത്വം പറയുന്നത്. സർവഭൂതേഷു യത് പശ്യത് ഭഗവത് ഭാവമാത്മനഃ ഭൂതാനി ഭഗവതി ആത്മാനി ഏഷ ഭാഗവത ഉത്തമ. ഇത് ഉത്തമ ഭക്തരെ കുറിച്ചാണ് പറയുന്നത്. ഉത്തമ ഭക്തരെന്ന് പറഞ്ഞാൽ എന്താണ്? സർവഭൂതേഷു യപശ്ചേത് ഭഗവത് ഭാവം ആത്മനഃ. സർവഭൂതേഷു അതായത് സർവചരാചരങ്ങളെയും സർവരെയും എല്ലാവരെയും ഭഗവത് ഭാവത്തിൽ കാണുന്നു. ഭഗവത് ഭാവം ആത്മനഃ. എല്ലാവരെയും ഭഗവത് ഭാവത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരിലും ഭഗവാന്റെ പ്രസൻസ് മനസ്സിലാക്കുന്നുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശിന. ഇപ്പോൾ പണ്ഡിതൻ അവിടെ, ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. വിദ്യാവിനയ സമ്പന്നേ, അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഉത്തമാധികാരികളുടെ ഒരു കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് അവർ ശുനി ചൈവ സ്വപാക്കേ, അതായത് എല്ലാവരെയും, ഇപ്പം മൃഗങ്ങളെയും മനുഷ്യരെയും അതേപോലെ ചണ്ടാലരാവട്ടെ എല്ലാവരിലും ഭഗവാനെ കാണുന്നവർ. അപ്പോൾ ഭഗവത് ഭാവത്തിലാണ് അവർ നോക്കിക്കാണുന്നത്. ശരീരം ആനയുടെ ആയിരിക്കാം, പുലിയുടെ ആയിരിക്കാം, മരത്തിൻ്റെ ആയിരിക്കാം, മനുഷ്യരുടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ എല്ലാവരിലും ഭഗവാനെ കാണുന്നു. അതാണ് ഉത്തമാധികാരികളുടെ ഒരു ഭാവം. അവർ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇടയ്ക്ക് ഇൻ്റർനെറ്റ് ഫ്ലക്ച്വേറ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇടയിൽ ഹരിനാമം, ഭഗവാന്റെ നാമം ചൊല്ലുന്നത്. ഇവിടെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇൻ്റർനെറ്റ് സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞ്. ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ കേരളത്തിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മഴയുണ്ട് പുറത്ത്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? വിദ്യാവിനയ സമ്പന്ന ശ്ലോകം അല്ലേ. ഇപ്പോൾ ഇവിടെ പറയുന്നു സർവഭൂതേഷു യപശ്ചേത് ഭഗവത് ഭാവമാത്മനഃ. അതാണ് ഉത്തമാധികാരികൾ. എല്ലാത്തിലും ഭഗവത് ഭാവത്തോടു കൂടി. അപ്പോൾ അതുകൊണ്ട് അവർ
ശത്രുവില്ല, മിത്രമില്ല, മൃഗങ്ങൾ, മനുഷ്യർ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അതായത് എല്ലാവരിലും ഭഗവാനെ കാണുന്നു. ഇത് ഒരു ഹൈ ലെവലാണ്. നമുക്ക് ആ ഭാവമുണ്ടോ? നമ്മൾ ഇന്നും മൃഗത്തെ മൃഗമായിട്ടും മനുഷ്യരെ മനുഷ്യരായിട്ടും മരത്തെ മരമായിട്ടും ആണ് കാണുന്നത്. എന്തിനു പറയണം? മറ്റുള്ള മനുഷ്യർ, നമ്മുടെ ആരെങ്കിലും ആവട്ടെ, അവരുമായിട്ട് നമ്മൾ ശണ്ട കൂടുന്നത്, അടി കൂടുന്നത് നമ്മുടെ അഭിപ്രായം ശരിയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അടിയാവുന്നു, ശത്രുക്കളുണ്ട്, പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഭഗവത് ഭാവം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഉത്തമാധികാരികളുടെ ഒരു ലെവലേ വേറെയാണ്, അവരുടെ ഭാവമേ വേറെയാണ്. അതാണ് സർവഭൂതേഷു യപശ്ചിത് ഭഗവത് ഭാവമാത്മനഃ. അപ്പോൾ അതാണ് ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് ഭക്തരുടെ ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടീസ് എന്ന് പറയാം. ഇനി ഞാൻ നേരെ പോകുന്നു കനിഷ്ഠ അധികാരികളിലേക്ക്. മധ്യമാധികാരിയെ കുറിച്ച് പിന്നീട് പറയാം. കനിഷ്ഠ അധികാരികളെ കുറിച്ച് പറയാം. അപ്പോൾ ഉത്തമ അധികാരികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കനിഷ്ഠ അധികാരികളുടെ അവരുടെ ഭാവം എന്താണെന്ന് വെച്ചാൽ, ആചാര്യം ഏവ ഹരയെ, അർച്ചയാം ഏവ ഹരയെ പൂജ്യം യ ശ്രദ്ധായത്തെ നതത് ഭക്തേഷു ചാനിയേഷു സഭക്ത പ്രാകൃത സ്മൃത. ഇതാണ് ഭാഗവതം പറയുന്നത്. പ്രാകൃത ഭക്തരെന്ന് വിളിക്കുന്നു ആരെ? ഈ കനിഷ്ഠ ഭക്തരെ. അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നു, അല്ലെങ്കിൽ കനിഷ്ഠാധികാരികൾ വിചാരിച്ചിട്ടുള്ളത്, അമ്പലത്തിൽ ഭഗവാനുണ്ട്, ആ ഭഗവാനെ അവരും ആരാധിക്കുന്നു. അതായത് അവർ വരുന്നു, അമ്പലത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? നതത് ഭക്തേഷു ചാനിയേഷു, ഭഗവാന്റെ ഭക്തരോട് അവർക്ക് അടുപ്പമില്ല എന്ന് മാത്രമല്ല, അവർക്ക് വില കൊടുക്കുന്നില്ല, വൈഷ്ണവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളവരെ വിളിക്കുന്നത്, ഭാഗവതം വിളിക്കുന്നു പ്രാകൃത സ്മൃത, അതായത് പ്രാകൃത ഭക്തർ, അതായത് ഭൗതികവാദികൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള ഭക്തർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പൊസിഷൻ എന്താണ് പറയുന്നത്? ഏറ്റവും താഴെയാണ്. അപ്പോൾ 3 ലെവലുകളാണ് നമ്മൾ പറയുന്നത്: കനിഷ്ഠ, മധ്യമ, ഉത്തമ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കനിഷ്ഠയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഭഗവാൻ അമ്പലത്തിലുണ്ട്, അതിനപ്പുറത്തൊന്നും അവർക്ക് ധാരണയില്ല, ഭക്തരോടുള്ള വിശ്വാസമില്ല, ഭക്തരുടെ പ്രാധാന്യം അറിയില്ല. എന്നാൽ അത് പൂർണ്ണമാണോ? അല്ല. ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്? അതേപോലെ നമ്മുടെ ഗുരുവിനെ ആരാധിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തരെ ആരാധിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിക്കാണണം. വൈഷ്ണവരോട് നന്നായി പെരുമാറണം, വൈഷ്ണവർക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഭക്തർക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ കൺസെപ്റ്റൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ ഭക്തർക്ക് വിലയും കൊടുക്കില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാം, അങ്ങനെ അവർ അപരാധങ്ങൾ കൂട്ടും. അവസാനം ഈ കനിഷ്ഠ ലെവലിൽ തന്നെ അതിൽ നിന്ന് താഴോട്ട് പോകും അപരാധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അപകടം പിടിച്ചൊരു സമയമാണ്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കനിഷ്ഠരും മധ്യമാധികാരികളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ അവർ പതിയെ അവരുടെ ചിന്താഗതി മാറും. പലവർക്കുമുള്ളൊരു ചോദ്യമാണ്, ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ? ഗുരു ഇല്ലല്ലോ, നമുക്ക് നേരിട്ട് ഭഗവാനെ ആരാധിച്ചാൽ നേടില്ലേ? എന്തിനാണ് നമ്മൾ ആചാര്യന്മാരെ എങ്ങനെ ഇത്രയും സ്തുതിക്കുന്നത്? ഗുരുജനങ്ങളെ എന്തിനാണ് സ്തുതിക്കുന്നത്? ഭക്തരെ എന്തുകൊണ്ട് സ്തുതിക്കുന്നു? പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദിപുരാണത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നതാണ്, അതായത് എൻ്റെ ശരിക്കുമുള്ള ഭക്തരെന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ട് ആരാധിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ പരിശുദ്ധ ഭക്തരെ ആരാധിക്കുന്നവരാണ് എൻ്റെ ശരിക്കുമുള്ള ഭക്തർ എന്ന് ഭഗവാൻ ആദിപുരാണത്തിൽ അർജുനോട് പറയുന്നു. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം പാർവതി ദേവിയോട് മഹാദേവനും പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഭക്തരെ ആരാധിക്കലാണ് സർവശ്രേഷ്ഠം എന്നുള്ളത്. അവിടെ അത് ആരാധനാനാം സർവേഷാം വിഷ്ണുർ ആരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാനം സമർച്ചനം. അവിടെ പറയുന്നു, എല്ലാ ആരാധനകളും വെച്ച് വിഷ്ണു ആരാധനയാണ് ഏറ്റവും ഉയർന്നത്, സംശയമില്ല. എന്നാൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലാണ് ഭഗവത് ഭക്തരുടെ, വൈഷ്ണവരുടെ ആരാധന, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തരെ ആരാധിക്കുന്നത്. അതിൽ ഗുരു വരുന്നു, സാധുജനങ്ങൾ വരുന്നു, എല്ലാം വരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ കനിഷ്ഠാധികാരികളെ സംബന്ധിച്ച് അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഭഗവാൻ അമ്പലത്തിൽ മാത്രം, വൈഷ്ണവരോട് അവർക്ക്, അല്ലെങ്കിൽ ഭക്തരിൽ അവർക്ക് വിശ്വാസമില്ല.
അതാണ് കനിഷ്ഠ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആരാണ്? മധ്യമാധികാരികൾ. മധ്യമാധികാരികളെക്കുറിച്ച് പറയുന്നു, ഈശ്വരേ തദ് അധീനേഷു ബാലിശേഷു ദുഷസ്തു ച പ്രേമ മൈത്രി കൃപോപേക്ഷ യാ കരോതി സമധ്യമ. ഇവിടെ പറയുന്നത് എന്താണ്? മധ്യമാധികാരികളുടെ ലക്ഷണങ്ങൾ പറയുന്നു. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ, 4 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? 4 സവിശേഷതകൾ അല്ലെങ്കിൽ 4 ക്വാളിറ്റീസ് ആരുടെ? മധ്യമാധികാരികളുടെ. ഈ 4 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈശ്വരേ തത് അധീനേഷു, ഈ മധ്യമാധികാരികൾക്ക് ഭഗവാനോടുള്ള സ്നേഹമുണ്ട്, ഭഗവാനെ ആരാധിക്കുന്നു, വിശ്വാസവും എല്ലാം ഉണ്ട് അവർക്ക്. ഇപ്പോൾ കനിഷ്ഠാധികാരികളെ പോലെയല്ല. അതേപോലെ തന്നെ ബാലിശേഷു പ്രേമ, മൈത്രി, കൃപോപേക്ഷ. പ്രേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള പ്രേമം മാത്രമല്ല, ഭഗവാന്റെ ഭക്തരോടും പ്രേമമുണ്ട്. ഭക്തരെയും അവർക്ക് വിശ്വാസമുണ്ട്, ഭക്തരെയും സ്നേഹിക്കുന്നു. 2, ഭക്തരുമായിട്ടുള്ള ആ ഒരു മൈത്രി ഭാവമുണ്ട് അവർക്ക്. 3, കൃപ തോന്നുന്നു അവർക്ക്. പ്രേമ, മൈത്രി, കൃപ. പ്രേമ എന്താണെന്ന് പറഞ്ഞു. ഭഗവാനോട് പ്രേമമുള്ള പോലെ തന്നെ ഭക്തരോടുമുണ്ട്. അതേപോലെ ഭഗവാനോടുമുണ്ട്, തീർച്ചയായിട്ടും ഭക്തരോടും ആ മൈത്രി ഭാവമുണ്ട്. ഇനി 3ാമത് പറയുന്നത് കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനിഷ്ഠ അധികാരികളോടോ അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളുകളോട് അവർക്കൊരു കൃപയുണ്ട്, മഹാകൃപ തോന്നുന്നു, മഹാകാരുണ്യം തോന്നുന്നു അവരോട്. അവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മഹാകാരുണ്യം അവർക്ക് തോന്നുന്നു. ഇപ്പോൾ ബദ്ധാത്മാക്കളെ രക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഈ മധ്യമാധികാരികളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കാൻ നോക്കും, ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അതുകൊണ്ട് മധ്യമ അധികാരികളായിരിക്കും ഈ പ്രചരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഭാവമായിരിക്കണം ഉണ്ടാവേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂട്ടത്തിൽ ഇതും കൂടെ പറയട്ടെ, 4ാമത്തെ ഉപേക്ഷ. ഇപ്പോൾ പ്രേമ പറഞ്ഞു, മൈത്രി പറഞ്ഞു, കൃപ പറഞ്ഞു, ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭഗവാനോട് അസൂയുള്ളവർ അല്ലെങ്കിൽ ഭക്തരോട് അസൂയുള്ളവർ, അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ഇവർ മധ്യമാധികാരികൾ. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ, അതാണ് ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഭഗവാനോട് അസൂയ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഭഗവാനെതിരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ യാ കരോതി സമധ്യമ, ഇതാണ് മധ്യമാധികാരികളുടെ ലക്ഷണം. ഓക്കെ. അപ്പോൾ പ്രേമ, ഭഗവാനോടുള്ള സ്നേഹം, നല്ല ഭക്തി അല്ലെങ്കിൽ വിശ്വാസം നല്ല രീതിയിലുണ്ട്. കനിഷ്ഠാധികാരികളെ പോലെയല്ല. കനിഷ്ഠാധികാരികളുടെ പ്രശ്നം അവർക്ക് ഭഗവാനിലുള്ള വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, കുറച്ചൊക്കെ അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ വിശ്വാസം അത്ര സ്ട്രോങ് അല്ല, വീക്കാണ്. കോമള ശ്രദ്ധ എന്ന് പറയും. കോമള ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പോൾ വിശ്വാസം ഉണ്ടാവും ഭഗവാനിൽ, കാര്യം ഭക്തരിൽ വിശ്വാസമില്ല. ഭക്തരെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു അവസ്ഥയാണെങ്കിൽ ഈ ഭഗവാനിലുള്ള വിശ്വാസവും കുറച്ച് പതുക്കെ അതും നഷ്ടപ്പെടാം. അതുകൊണ്ട് അവർക്കുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം, കോമള ശ്രദ്ധ എന്ന് പറയുന്നു കനിഷ്ഠാധികാരികൾക്ക്. അതുകൊണ്ട് മധ്യമാധികാരികളുടെ ശ്രദ്ധ അല്ലെങ്കിൽ അവർക്ക് ഭഗവാനുള്ള വിശ്വാസം വളരെ കൂടുതലാണ്. അവർക്ക് നല്ല വിശ്വാസമാണ്, ശാസ്ത്രങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. മാത്രമല്ല എല്ലാവരെയും ഭഗവാനെ സ്നേഹിക്കുന്നു. കൂട്ടത്തിൽ ഭക്തരുമായിട്ട് മൈത്രി ഭാവമുണ്ട്. അതേപോലെ ഭക്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ കനിഷ്ഠരോട് അല്ലെങ്കിൽ അന്ധകാരത്തിലുള്ള ആളുകളോട്, അറിവില്ലാത്ത ആളുകളോട് ഒരു മഹാകൃപയും അവർക്ക് തോന്നുന്നു. കൂട്ടത്തിൽ അവർ എവിടെയാണോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് അവിടെ ഡിസ്റ്റൻസും കീപ്പ് ചെയ്യുന്നു. അഭക്തരുമായിട്ടുള്ള സംഘം അവരെടുക്കില്ല, അവിടെ അവർ മാറി നിൽക്കുന്നു. ഇതാണ് മധ്യമാധികാരികളുടെ ലക്ഷണം. ഉത്തമാധികാരികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവർ എല്ലാവരെയും ഭഗവത് ഭാവത്തിൽ കണ്ടുകൊണ്ട് അവർക്ക് തിരിച്ചറിവില്ല. അതായത് മൃഗങ്ങളാവട്ടെ മനുഷ്യരാവട്ടെ എല്ലാം ഒരേപോലെ അവർ കാണുന്നത്. അവരുടെ തിരിച്ചറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലെവൽ ഒന്നും കൂടെ മുകളിലോട്ട് പോയി. അപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, പ്രചരണത്തിനായിട്ട് ഇപ്പം നമ്മൾ കൂടുതൽ ഭക്തരെ ഈ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉത്തമ അധികാരികളായിട്ടുള്ള ആളുകൾക്കും ആ ഒരു ലെവലിൽ നിന്ന് തൊട്ട് താഴോട്ട് മധ്യമാധികാരികളുടെ ലക്ഷണങ്ങൾ അവർ സ്വീകരിക്കേണ്ടി വരും. കാരണം പ്രചരണത്തിൻ്റെ സമയത്ത് ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കാൻ സാധിക്കില്ല.
ഉത്തമാധികാരികളാണ് ടോപ്പ്, സംശയമില്ല. പക്ഷേ എപ്പോഴും പറയും, പ്രഭുപാദും പറയാറുണ്ട് ഭാവാർത്ഥങ്ങളിൽ, അതായത് ഉത്തമാധികാരിയായിട്ടുള്ള ഭക്തർ ചിലപ്പോൾ പ്രചരണത്തിന് വേണ്ടി ഒരു മധ്യമ ലെവലിലേക്ക് അവർ ഇറങ്ങി വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അറിയുന്നത് ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. മറ്റുള്ളവരോടൊരു കൃപ തോന്നുന്നു, കൂട്ടത്തിൽ ആർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം അവരുടെ ആ സമയം സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ആ ബുദ്ധി ഉപയോഗിച്ച് അവരത് ചെയ്യുന്നു. അല്ലെ, ടൈം പ്ലേസ്, സമയം സന്ദർഭവും അല്ലെങ്കിൽ സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രചരണം ചെയ്യേണ്ടത്. കാര്യം ഒരേ മരുന്ന് എല്ലായിടത്തും വർക്കാവില്ല. പല ആളുകൾക്കും പല തരത്തിലുള്ള ആളുകളുണ്ടാവും, പല ഗുണങ്ങളിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരേ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അത് വർക്കാവണമെന്നില്ല. അതുകൊണ്ട് മധ്യമാധികാരികൾക്ക് അത് സാധിക്കുന്നു. കാര്യം അവർക്ക് ഭക്തരുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. മാത്രമല്ല ഒന്നും അറിയാത്ത ആളുകളോട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരോടൊരു മഹാകൃപയും തോന്നുന്നു. ഉത്തമാധികാരികൾ അവരുടെ ലെവല് ഒരു ഹൈ ലെവലായതുകൊണ്ട് അവർക്ക് ഭക്തരും അഭക്തരും തമ്മിലുള്ള തിരിച്ചറിവ്, കാര്യം അവരുടെ ഒരു കോൺഷ്യസ്നെസ് അതിനപ്പുറത്താണ്, അതീന്ദ്രിയ തലത്തിലാണ്. അപ്പോൾ അതീന്ദ്രിയ തലത്തിലാവുമ്പോൾ അവർ ഈ ലോകത്തിലെ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ അവരെ സംബന്ധിച്ച്, ഉത്തമാധികാരികളെ സംബന്ധിച്ച് ഇവിടെ ആരെ കണ്ടാലും അവർക്ക് ഒരേപോലെ തോന്നും. കാര്യം എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഭക്തരാരാണോ ഭക്തരല്ലാത്തവരാരാണോ, ആരാണോ നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ ആരാണോ ഭഗവാന് എതിരായിട്ട് പറയുന്നവർ, ഇതൊന്നും അവർക്ക്, അവരുടെ ഭാവമേ വ്യത്യാസമുണ്ട്. അതിന് അവരുടെ ഭാവത്തിൽ എല്ലാവരിലും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് ഹൈ ലെവലാണ്. അപ്പോൾ പ്രീച്ചിങ്ങിന് അല്ലെങ്കിൽ പ്രചരണത്തിന് ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് മധ്യമ ലെവലിലേക്ക് വന്നാലാണ് പ്രചരണം നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കില്ല ആരാണ് അഭക്തർ, ആരാണ് ഭക്തിയിൽ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ. ഓരോരുത്തരെയും ഓരോ രീതിയിലായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, പ്രചരണം ചെയ്യുന്നവർ മധ്യമ ലെവലിലേക്ക് വരണം. കനിഷ്ഠ ലെവലിലുള്ളവർക്ക് ഒന്നും സാധിക്കില്ല. കാര്യം അവരുടെ ശ്രദ്ധ, അവരുടെ വിശ്വാസം വളരെ കോമളമാണ്, അല്ലെങ്കിൽ വളരെ വീക്കാണ്. അതുകൊണ്ട് ഒരു തുമ്മൽ തുമ്മിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു. അതായത് വേറെ ആരെങ്കിലും വന്ന് വേറെ തത്വങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ പ്രസ്ഥാനത്തിൽ ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ ഈ കാര്യം നടക്കുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലതാണ് അവിടെ, നമുക്കൊന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പതുക്കെ വഴി മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കനിഷ്ഠരുടെ ഒരു ലെവലിൽ ഇരുന്നാൽ പോരാ, നമ്മൾ മിനിമം മധ്യമ ലെവലിലേക്ക് വരണമെന്ന് പ്രഭുപാദും ആചാര്യന്മാരും പറയാറുണ്ട്. മധ്യമ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അപ്പോൾ നമുക്കൊരു ചിന്ത വന്നിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെന്ന്. മധ്യമരാണോ, അതോ കനിഷ്ഠരാണോ, അതോ ഉത്തമാധികാരികളാണോ? ഉത്തമാധികാരികളല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കനിഷ്ഠരാണോ മധ്യമാധികാരിയാണോ എന്നുള്ളതായിരിക്കും. അതിൽ മധ്യമാധികാരികളെക്കുറിച്ചുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ ശ്ലോകം പറഞ്ഞതിൽ 4 കാര്യങ്ങൾ പറയുന്നത് വേറെ, അവിടെ പറയുന്നത് പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പക്ഷേ അവരുടെ ജ്ഞാനത്തെക്കുറിച്ച് വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, മധ്യമാധികാരികളും ഉത്തമാധികാരികളെയും കുറിച്ച്. അതായത് അവർക്ക് ശാസ്ത്രങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം, ശാസ്ത്രങ്ങൾ പറയുന്ന എല്ലാം അറിയാം അവർക്ക്. അപ്പോൾ ആ കൃഷ്ണാവബോധത്തെക്കുറിച്ചുള്ള അറിവും അവർക്ക് നല്ലവണ്ണമുണ്ട്, വിശ്വാസവും നല്ലവണ്ണമുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല. ശരിക്കും നമ്മുടെ കോമല ശ്രദ്ധയാണ് ഇപ്പോഴും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു, സത്സംഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഭഗവത് കൃപ കൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റഡായി പോകുന്നുണ്ട്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും മാറാം സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ വേണം. അതുകൊണ്ട് കനിഷ്ഠരുടെ താഴെയോ അറിയില്ല, അതോ കനിഷ്ഠരുടെയും മധ്യമാധികാരികളുടെയും ഇടയിലാണോ നമ്മുടെ സ്ഥാനമെന്നറിയില്ല. എന്താണെങ്കിലും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ഭക്തരിൽ 3 ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, പിന്നീട് പറയുന്നു, കനിഷ്ഠാധികാരികൾക്ക് ശ്രവണത്തിനും കീർത്തനത്തിനൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് അമ്പലത്തിൽ പോകുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അവർ എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാവില്ല. കീർത്തനം, ശ്രവണം. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് ഭഗവത് സേവനങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ആഗ്രഹം കൂടി വരുന്നുണ്ടോ, നാമം ജപിക്കാനുള്ള രുചി കൂടുന്നുണ്ടോ, സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള
രുചി കൂടുന്നുണ്ടോ? അതൊക്കെ അതിൻ്റെയൊക്കെ അർത്ഥം അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ, രുചി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രുചി നമുക്ക് ഓരോ ദിവസവും കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പുരോഗതിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കനിഷ്ഠരെ സംബന്ധിച്ച് ആ ഒരു ടേസ്റ്റ് കുറവായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. കൂടുതലും അവനവൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അമ്പലങ്ങളിൽ പോകുന്നതും, അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ടാവുന്നത്, എന്തെങ്കിലും അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. എന്നാൽ അങ്ങനെ ആയിരിക്കരുത്, നമ്മൾ അതിനേക്കാൾ മുന്നിൽ പോകേണ്ടതാണ്. അപ്പം ഭക്തിയിൽ നമ്മൾ ഉത്തമാധികാരികളുടെ ലെവലിലേക്ക് എത്തേണ്ടതാണ് ഒരു ദിവസം. ഓഫ് കോഴ്സ് അറ്റ്ലീസ്റ്റ് മധ്യമ ലെവലിലേക്കെങ്കിലും നമ്മൾ ഉയരേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശാസ്ത്രങ്ങൾ നന്നായി പഠിക്കണം, നമ്മുടെ വിശ്വാസം ദൃഢമായിരിക്കണം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ആരെന്ത് പറഞ്ഞാലും പ്രശ്നങ്ങൾ, എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നാളെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വയ്ക്കുക, സാമ്പത്തികമാവട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, ആ സമയത്തും ശ്രദ്ധ വിടാതെ കൈ പിടിച്ച് അല്ലെങ്കിൽ അവരുടെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ടെയോ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത്, ഇവിടെ നാട്ടിലുള്ള സമയത്ത്, ഒരു ചെറിയ, അധികം പ്രായമായിട്ടില്ല, ഒരു യുവാവ്, ഒരു കുട്ടി, ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ വേണ്ടി വന്നു. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, എൻ്റെ വീട്ടിൽ ഞാൻ നാമം ജപിക്കുന്നുണ്ട്, അമ്മ നാമം ജപിക്കുന്നുണ്ട്, അതുപോലെ സഹോദരങ്ങളും സഹോദരിയോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അവരും ജപിക്കുന്നുണ്ട്. ഇവർ ബേസിക്കലി ഹിന്ദു സമുദായത്തിലുള്ളവരാണ്. കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൽ പോലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോൾ പതിയെ വഴി മാറി എന്ന് പറയുവാണ്. അച്ഛൻ അമ്പലത്തിൽ പോകുമായിരുന്നു, നാമം ജപിക്കുന്നൊക്കെ ഒരാളായിരുന്നു. പക്ഷേ കുറച്ചു കാലമായിട്ട് വേറെ ഒരു സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ മാല ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് ജപിക്കാതെയായി മാല ഉപേക്ഷിക്കുന്നു. കണ്ടിമാലയിട്ടുള്ള ഒരാൾ കണ്ടിമാല ഊരുന്നൊരവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടാം. അപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ഈ വിശ്വാസം സ്ട്രോങ് അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് പല ആളുകളും നമ്മളെ വന്ന് വേറെ വഴിയിലോട്ട് തിരിക്കാൻ നോക്കാൻ സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇതെല്ലാം. നമുക്കൊരു താങ്ങും തണലുമായിട്ട് ആ സമയത്ത് വരും. അപ്പോൾ താങ്ങും തണലായിട്ട് വരുമ്പോൾ ആരാണോ നമ്മളെ സഹായിക്കുന്നത് അവരോടൊരു സ്നേഹം നമുക്ക് തോന്നും. ഓട്ടോമാറ്റിക്കലി അവർ പറയുന്നത് ചെയ്യുവാനും നമുക്ക് തോന്നും. അങ്ങനെ പതിയെ ചിലപ്പോൾ നേർവഴിക്ക് പോകുന്ന ഒരാളെ പതിയെ വേറെ ദിശയിലായിരിക്കും പോകുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തകർച്ചകളും വീഴ്ചകളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ ഒരു കൺവേർഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നന്നായി ചെയ്യുന്നുണ്ട് ഒരാൾ, പെട്ടെന്നൊരു ഡീവിയേഷൻ പറയണ കാര്യം ആ വിശ്വാസം വളർന്നു വന്നിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ അത് ശരിക്കും, അല്ലെങ്കിൽ ഇത് എപ്പോഴാണോ ഡീവിയേഷൻ വരുന്നത് ആ സമയത്ത് സത്സംഗം ഉണ്ടെങ്കിൽ, ഭക്തരുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് രക്ഷിക്കാൻ ആളുണ്ട്. ഇല്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ പതിയെ വഴിമാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും കൂടെയുള്ളവർ പോലും അറിയുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രവണം അത്യാവശ്യമാണ്, സത്സംഗങ്ങൾ അത്യാവശ്യമാണ്. അത് എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ദിവസവും വേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ വിശ്വാസത്തെ തല്ലിക്കെടുത്താനുള്ള പല കാര്യങ്ങളും നടക്കും ഈ ലോകത്ത്. പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരാം. അപ്പോൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും നമ്മൾ ഓർക്കുക, ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് അതൊക്കെ കാണേണ്ടത്. ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ തരുന്നൊരു സിറ്റുവേഷനാണെന്ന് ഓർക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുന്നു. ആരുമില്ലെങ്കിൽ
ആരും ഉണ്ടാവില്ല എൻ്റെ കൂടെ, ഭഗവാൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അപ്പം അത് ആക്ച്വലി അതുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് സഹായം ചെയ്യും. പ്രശ്നങ്ങളെ നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. പക്ഷേ ആ സമയത്ത് ചൂഷണം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം ദൃഢമല്ലെങ്കിൽ പ്രശ്നമാണ്, വഴി മാറാൻ സാധ്യതയുണ്ട്. വേറെ കൺവേർഷൻ പോട്ടെ, കൃഷ്ണഭക്തി ചെയ്യുന്ന ഒരാൾ ഇനി നാളെ പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും, ഓ ഇത് വെറുതെയല്ല, ഇത്രയും കാലം ഇതിനു മുമ്പ് ദേവി ആരാധന ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നിർത്തി ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് സംഭവിക്കുക? കൃഷ്ണഭക്തി ചെയ്യുന്ന കൂട്ടത്തിൽ നാമം ജപിക്കുന്നുണ്ട്, എന്നാൽ ഇടയ്ക്ക് അവിടെ പോകുന്നു, വഴിപാടുകൾ ചെയ്യുന്നു ദേവീക്ഷേത്രത്തിൽ പോയിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ വിശ്വാസമില്ലാതെയായി. അപ്പോൾ ഇതെല്ലാം കോമൺ ശ്രദ്ധയാണ്, ഇതെല്ലാം കനിഷ്ഠാധികാരികളുടെ ഒരു ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അന്യദേവതമാരുടെ അമ്പലത്തിൽ പോകരുതെന്നോ അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല എന്നല്ല അവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ആരാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഭഗവാന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ദേവതമാർ ആരാണെന്നും മനസ്സിലാക്കണം. ഭഗവാനും ദേവതന്മാരും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും മനസ്സിലാക്കണം. അവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല അവരോട് നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. അന്യദേവതമാരുടെ അമ്പലത്തിൽ പോകുന്നതോ ആരാധിക്കുന്നതോ അത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ളത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അവിധിപൂർവകം എന്നാണ് പറയുന്നത്. വിധിപൂർവകമല്ല, അവിധിപൂർവകമെന്ന് ഭഗവാൻ പറയുന്നു. ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളാണ്. നേരിട്ട് എന്നെ ആരാധിക്കുന്നതിന് പകരം അന്യദേവതമാരിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അകാമ സർവകാമോ വ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഭാഗവത്തിൽ വരുന്ന ശ്ലോകമാണ്. അവിടെ പറയുന്നു അകാമ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളില്ലാത്ത ആളുകളോ, സർവകാമോവ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയോ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്തവരോ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവരോ, മോക്ഷകാമ ഇനി മോക്ഷം ആഗ്രഹിക്കുന്നവരോ ആരുമാവട്ടെ, ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകളാവട്ടെ, മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം പരം എന്നാണ് പറയുന്നത്. പുരുഷം അവിടെ പറയുന്നു. പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമജീവിതം പുരുഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ വരുന്ന ആണെങ്കിലും പരമജീവിതം പുരുഷൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചോളൂ എന്നാണ് പറയുന്നത്, ആരാധിക്കേണ്ടത് എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മളിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് ചോദിക്കാം, കൃഷ്ണനോട് ചോദിക്കാം, വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം മറ്റുള്ള ദേവതമാർക്ക് ഈ ശക്തി കൊടുക്കുന്നതും അവർക്ക് ആ കഴിവുള്ളതും ഭഗവാനാണ് കൊടുക്കുന്നത് ശരിക്കും. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ അതും പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ദേവതമാർ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി സാധിപ്പിച്ചു തരുന്നത് ഭഗവാൻ തന്നെയാണ്, അവരല്ല എന്ന് പറയുന്നുണ്ട്. അവർ വെറും നിമിത്തമാണ്, ഭഗവാന്റെ സെർവൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഭഗവാനാണ് അനുഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ്, ഭഗവാൻ പറയുന്ന കാര്യമാണ്. അവിധിപൂർവകം എന്നിട്ടാണ് ഭഗവാൻ പറയുന്നത് ആക്ച്വലി ഞാനാണത് ചെയ്തു കൊടുക്കുന്നത്, പക്ഷേ അത് ചെയ്യുന്നത് അവിധിപൂർവകമാണ്. ഈ ആളുകൾ അവിടെ അങ്ങനെ വളഞ്ഞ വഴിക്ക് പോകുന്നത്, നേരിട്ട് വന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്യദേവതമാരോട് നമുക്കൊരു കാര്യം ചോദിക്കാം, കൃഷ്ണഭക്തിയിൽ മുന്നോട്ട് പോകാൻ സഹായം ചോദിക്കാം. കൃഷ്ണഭക്തിയിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പരിശുദ്ധ ഭക്തനാവണം, കൃഷ്ണൻ്റെ ഭക്തനായി മാറണം, പരമജീവത്വം പുരുഷൻ ഭഗവാന്റെ ഭക്തനായി മാറണമെന്ന് ആഗ്രഹത്തോടുകൂടി അവരോട് പ്രാർത്ഥിച്ചു നോക്കൂ. ഏറ്റവും സന്തോഷം ഉണ്ടാവും, അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. കാര്യം അവരാരാധിക്കുന്ന പരമജീവത്വം പുരുഷനെയാണ്, ഭഗവാനെയാണ്. അപ്പോൾ അവരാരാധിക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ വന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ അവർക്ക് തോന്നില്ല ഓ എന്നെ നോക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. കാര്യം അവർക്ക് നമ്മളെപ്പോലുള്ളൊരു ആ ചിന്താഗതിയില്ല. അവരെല്ലാവരും സുരന്മാരാണ്, അല്ലെങ്കിൽ ദേവതമാരാണ്. ദേവതമാർ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ പൊസിഷൻസ് അവർക്ക് കിട്ടില്ല. ഈ ഭൗതിക ലോകത്തിലെ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അവരെ മാനേജേഴ്സാക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടേഴ്സോ എന്ത് വേണമെങ്കിൽ പറയാം. ഓരോ
ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പ്രിയപ്പെട്ടവർക്കല്ലേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത്രയും യോഗ്യതയുള്ളവർക്കല്ലേ കൊടുക്കുകയുള്ളൂ. അത് കൊടുത്തിട്ടുള്ളത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അവരൊരിക്കലും ഭഗവാനെ മറന്നുകൊണ്ടൊന്നും ചെയ്യില്ല. ഒരിക്കലും അവർക്ക് തോന്നില്ല, ഓ എന്നോട് സ്നേഹമില്ല, എന്നാൽ വിഷ്ണുവിനോടെ സ്നേഹമുള്ളൂ, കൃഷ്ണനോടെ സ്നേഹമുള്ളൂ എന്ന് അവർക്ക് തോന്നില്ല. നമുക്കൊരു പക്ഷേ തോന്നും. നമ്മളോട് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഫോർ എക്സാമ്പിൾ ഈ ലോകത്തിലെ കാര്യം നോക്കുവാണെങ്കിൽ, നമ്മുടെ ബോസുണ്ട്, താഴെ നമ്മളുണ്ട്, വേറൊരാൾ വന്നു നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളിലൂടെ ബോസിലേക്ക് പോകുന്നതിന് പകരം നേരിട്ട് ബോസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. എന്നോട് പറഞ്ഞ് ഞാനല്ലേ അത് അങ്ങോട്ട് പാസ് ചെയ്യേണ്ടത്, പക്ഷെ നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് ആ വ്യക്തിയോടൊരു ഇഷ്ടക്കുറവ് തോന്നും. അത് ഇവിടെയുള്ള ലോകത്തിൽ നമ്മുടെ അനർത്ഥങ്ങൾ കാരണം നമുക്ക് അങ്ങനെ തോന്നുകയുള്ളൂ. ദേവതമാർക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. ദേവതമാരുടെ മുഖത്ത് പുഞ്ചിരിയായിരിക്കും നമ്മൾ അവിടെ പോയി കൃഷ്ണഭക്തി ചോദിച്ചു കഴിഞ്ഞാൽ. അവർക്ക് സന്തോഷമായിരിക്കും. ഇങ്ങനെ പറഞ്ഞു വരുന്ന ആളുകൾ കുറവാണെന്ന് അവർക്കറിയാം. ആളുകൾ പോയി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ലിസ്റ്റായിട്ട് പോകുമ്പോൾ അവർ ഇഷ്ടമായിട്ടല്ല തരുന്നത്. ഓക്കെ, ഈ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചറിവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തരുന്നുണ്ട് നമുക്ക്. പക്ഷേ അതിൻ്റെ വരും വരായകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് അവരുടെ പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഒരു ഉത്തരവാദിത്വമുള്ള രക്ഷിതാവിനെ പോലെ നല്ലതെന്താണോ നമുക്ക് ഭക്തിയിൽ അത് നമുക്ക് തരുന്നു. നമ്മളെ ഭക്തിയിൽ നിന്ന് മാറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം തരില്ല. എപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണം, പനിയുള്ള ഒരു കുട്ടി, തൊണ്ടവേദനയുള്ള ഒരു കുട്ടിക്ക് സ്വന്തം അച്ഛനും അമ്മയും ഐസ്ക്രീം കൊടുക്കുമോ? കുട്ടിക്കറിയും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്. പക്ഷേ അച്ഛനും അമ്മയും സ്നേഹമുള്ള അച്ഛനമ്മയും കൊടുക്കില്ല. നേരെ മറിച്ച് ആ കുട്ടി ആരും കാണാതെ 10 രൂപ എടുത്ത് ഒരു ഷോപ്പിൽ പോയി ഐസ്ക്രീം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഷോപ്പ് കീപ്പർ ഐസ്ക്രീം കൊടുക്കും. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരുമല്ല, അദ്ദേഹം അവിടെ പൈസ തരുന്നു, അദ്ദേഹം കൊടുക്കുന്നു. അപ്പോൾ അതേപോലെയാണ് ദേവതമാരുടെ അടുത്ത് പോകുമ്പോൾ ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് പോയി ഐസ്ക്രീം ചോദിക്കുന്ന പോലെയാണ്. അതിൽ നല്ലതാണോ, ഈ കുട്ടിക്ക് തൊണ്ടവേദനയുണ്ടോ പനിയുണ്ടോ എന്ന് നോക്കുന്നില്ല അവർ. അതേപോലെ ദേവതമാരുടെ അനുഗ്രഹം അവർ നോക്കുന്നില്ല നമ്മൾ ഈ അനുഗ്രഹത്തെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നേരെ മറിച്ച് അച്ഛനും അമ്മയും എങ്ങനെയാണ്, അവർ നോക്കും ഇത് ഉപകാരമുള്ളതാണോ അല്ലെങ്കിൽ ഇത് അപകടമുള്ളതാണോ. അപകടമാണെങ്കിൽ തരില്ല, അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയും. അതേപോലെ നമ്മളെ ഭഗവാനിൽ നിന്ന് ഒരുപാട് അകറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നമ്മളെ പിടിച്ചു കെട്ടുന്ന കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഭഗവാൻ അത് സാധിപ്പിച്ച് തരാതിരിക്കും. നമ്മുടെ ആഗ്രഹത്തെ, ഭൗതിക ആഗ്രഹത്തെ. അത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. കാര്യം ഈ ഊരാകുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രക്ഷിതാവിനെ അത് സാധിക്കുകയുള്ളൂ. നല്ലതും ചെറ്റും ചിരിച്ചറിഞ്ഞ് നല്ലത് മാത്രം തരുന്നു. ചീത്ത വരുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഭഗവാൻ പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണൻ എത്രമാത്രം നമ്മളെ നോക്കുന്നു, സംരക്ഷിക്കുന്നു. നമ്മുടെ ഭാവിയാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മളെല്ലാവരെയും ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഭഗവത്ധാമത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് നമ്മളെക്കാൾ കൂടുതലാണുള്ളത്. നമുക്ക് ആഗ്രഹമില്ല, അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ നടത്തി തരാത്ത പോലെ തോന്നും നമുക്ക്. പക്ഷേ അത് നമുക്കുള്ള അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ഈ കൺസെപ്റ്റുകളൊക്കെ, തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാകുമ്പോൾ എല്ലാം ഒരു ധാരണയുണ്ടാവും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നു. ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർക്കാം ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ കനിഷ്ഠാധികാരികളെക്കുറിച്ചും മധ്യമാധികാരികളെക്കുറിച്ചും ഉത്തമാധികാരികളെക്കുറിച്ചും നമ്മളിന്ന് പഠിച്ചു. ഇനി അടുത്ത ദിവസം നാളെ നമുക്ക് 13ാമത്തെ ശ്ലോകം മുതൽ പഠിക്കാൻ ശ്രമിക്കാം. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം की जाए, जगत गुरु शिला प्रभुपाद की जाए, समवेद गौर भक्त वृंद की जाए, गौड़ीय गुरु वृंद की जाए, शचिनंदन श्री गौर हरि की जाए, श्री वृंदावन धाम की जाए. जय जय श्री राधे श्याम. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭുജി, പ്രണാമം പ്രഭുജി. എനിക്കൊരു സംശയമുണ്ട്. ഹരേ കൃഷ്ണ. ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരാളുടെ
ഒരാൾക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതാണ് കുറ്റം, മറ്റുള്ളവരിൽ കുറ്റം കാണുന്നത്, കുറ്റം പറയുന്നത് എന്ന് പ്രഭുജി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ എന്നും ഒന്ന് പറഞ്ഞു തരുമോ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ? അപ്പോൾ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ വളരെ നല്ല ചോദ്യം, പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, നമ്മളായിട്ട് ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കുറ്റപ്പെടുത്തണോ വേണ്ടേ എന്നുള്ള തീരുമാനം നമുക്കെടുക്കാം. ഒരു കാര്യം ഓർക്കണം, കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അവരെക്കാൾ മുകളിൽ കാണുന്നു, അവരെക്കാൾ ബെറ്റർ ആണെന്ന് നമുക്കൊരു ഫീലിംഗ് വരുമ്പോഴാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. ശരിയാണോ? നമ്മൾ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നത് ആക്ച്വലി ശരീരബോധത്തിലുള്ള, അത് ഒരു വൈഷ്ണവൻ്റെ ക്വാളിറ്റി അല്ല. അത് വൈഷ്ണവർ നല്ലതും ചീത്തയും കാണുന്നുണ്ട്, പക്ഷേ അത് ഓരോരുത്തർക്കും ഓരോ ലെവലുകളാണ്. നമ്മളും എങ്ങനെയായിരുന്നു കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ ജന്മം പോട്ടെ, ഈ ജന്മത്തിൽ തന്നെ ചിലപ്പോൾ കൃഷ്ണാവബോധത്തിൽ വരുന്നേക്കാൾ മുമ്പ് മത്സ്യമാംസം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന 4 നിയമങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സംഭവിക്കാം, നമുക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ ജന്മത്തിൽ നടന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളാരും ഈ ലോകത്തിൽ ഇപ്പോഴും ഇരിക്കില്ലായിരുന്നു. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള 4 നിയമങ്ങളും തെറ്റിച്ചിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ജന്മമോ 100 ജന്മം പുറകിലോ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എല്ലാവരേക്കാൾ ബെറ്റർ ആണെന്നുള്ളൊരു ചിന്ത ഉള്ളപ്പോഴാണ്, മറ്റുള്ളവരേക്കാൾ ബെറ്ററാണ് ഞാൻ എന്ന് തോന്നുമ്പോഴാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ളൊരു പ്രവണത വരുന്നത്, അല്ലെങ്കിൽ തെറ്റുകൾ കാണുന്നത്. അപ്പോൾ ആ ഒരു വീക്ഷണം ശരിയല്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മളും ആരുമല്ല എന്നുള്ളത്. അങ്ങനെ മറ്റുള്ളവർ വേറൊരു രീതി കൂടെ ചിന്തിക്കാം നമുക്ക്. ഓക്കെ, അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നു, പക്ഷേ നാളെ അവരും ഭക്തരായി മാറും, അല്ലെങ്കിൽ അവരും പരിശുദ്ധരായി മാറും എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. അത് ഭഗവാനാണ് നോക്കുന്നത്, ഭഗവാൻ അത് നോക്കിക്കോളും. നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിൻ്റെ പുറകിലുണ്ടോ? ഉണ്ട്. അതേപോലെ മറ്റുള്ള ആളെയും എത്തിക്കും, ഉറപ്പാണ്. ഭഗവാൻ അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ദുരാചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതായത് ഭക്തിയിൽ മുന്നോട്ട് പോയി എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു എന്ന് വയ്ക്കുക, അവരെ ഒരിക്കലും മോശമായി കാണരുത്, അവരപ്പോഴും എൻ്റെ ഭക്തൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ ആരെയും ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ കുറവുകൾ എനിക്കുമുണ്ട്. അപ്പോൾ അങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉടനെ തന്നെ ചിന്തിക്കണം നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, നമ്മൾ വേറൊരാളിൽ കുറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ കുറവുകൾ നമ്മുടെ ഉള്ളിലും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കത് മറ്റുള്ളവരിൽ കാണുന്നത് എന്നും പറയുന്നു. സോ ഇതെല്ലാം നമുക്ക് ഓർക്കേണ്ടതാണ്. അതൊരു കാര്യം. അപ്പോൾ നമ്മളായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക, ഫോൾട്ടുകൾ കാണാതിരിക്കുക. 2, ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെവി പൊത്തുക, അവിടെ നിന്ന് മാറിപ്പോവുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളതിൽ വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അപകടമാണ്. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ അനർത്ഥം ഉള്ളിലേക്ക് കയറുന്നു. അത് വളരെ അപകടം പിടിച്ചതാണ്. നമുക്ക് ഈ ടെൻഡൻസി നമ്മുടെ ഉള്ളിലും വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു സമയം, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലത്. എന്തെങ്കിലും വേറെ കഴിവുകൾ പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുക. അങ്ങനെയുള്ള സംഘങ്ങൾ കൂടാതിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ അവരെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശിക്ഷാഗുരുവാണ് അല്ലെങ്കിൽ മെൻറ്ററാണ്, അങ്ങനെയുള്ളവർക്ക് കറക്റ്റ് ചെയ്യാൻ അധികാരം ഉണ്ടാവും. അല്ലാതെ എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? അതുകൊണ്ട് ബെറ്റർ എന്താണെന്ന് വെച്ചാൽ, അധികാരമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കറക്ഷൻ ചെയ്യുന്നതിന് തെറ്റല്ല. എന്നാൽ അധികാരമില്ലാത്ത സ്ഥലത്ത് അധികാരം ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കാം. അല്ലെങ്കിൽ അവരെ അറിയിപ്പിക്കാൻ, അധികാരികളെ അറിയിപ്പിച്ചാൽ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ചെയ്യാം. അത് ഒരു ലെവലാണ്. എന്നാൽ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗം സേഫാക്കാൻ നോക്കുക, അവിടെ നിന്ന് മാറിപ്പോവുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു.
വേറെ ഹരേ ആർക്കെങ്കിലും? കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയം? പ്രഭുജി താങ്ക് എനിക്ക് യു. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ? പറയൂ. ഭഗവാൻ കൃഷ്ണന്റെ ഇന്റേണൽ ആന്തരിക ശക്തികളാണ് ഉം. സന്ധിനി ശക്തി, സമ്യക് ശക്തി, ഹ്ലാദിനി ശക്തി എന്ന് പ്രഭുജി പറഞ്ഞു. ശരി. അതുപോലെ തന്നെ സച്ചിദാനന്ദ രൂപം, സച്ചിദ് ആനന്ദം, ഇത് മൂന്നും ചേർന്നതാണെന്നും പ്രഭുജി പറഞ്ഞു. അപ്പോ എന്റെ സംശയം, നമ്മൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അതില് രാമനുണ്ട്, കൃഷ്ണനുണ്ട്, രാധയുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണോ? ഹരേ കൃഷ്ണ മഹാമന്ത്രം അർത്ഥം പറയുവാണെങ്കിൽ അതിൽ ഹരേ എന്ന് ഉദ്ദേശിക്കുന്നത് രാധാറാണി മാതാജി പറഞ്ഞ പോലെ ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആന്തരിക ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഹ്ലാദിനി ശക്തി അത് രാധയാണ്. അതേപോലെ കൃഷ്ണ എന്നുള്ളത് ഭഗവാൻ കൃഷ്ണൻ്റെ പേര് തന്നെ. രാമ എന്ന് അവിടെ പറയുന്നു. രാമ എന്ന് പറയുന്നത് ഗൗഡിയ വൈഷ്ണവ ആചാര്യന്മാർ പറയുന്നു അവിടെ രാമ എന്ന് ഉദ്ദേശിക്കുന്നത് രാധാ രമൺ എന്നാണ്. അതായത് രാധാറാണിയെയും ഭക്തരെയും ആകർഷിപ്പിക്കുന്ന കൃഷ്ണൻ. ആക്ച്വലി അത് കൃഷ്ണൻ്റെ തന്നെ പേരാണ്. അപ്പോൾ അവിടെ ശ്രീരാമൻ എന്നുള്ളൊരു അർത്ഥമല്ല ഗൗഡിയ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ രാധാകൃഷ്ണ എന്ന് വരുന്നു. പിന്നെ ഹരേ രാമ വരുമ്പോഴും അവിടെ രാധാകൃഷ്ണൻ തന്നെയാണ് വരുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി രാമൻ എന്നാണ് ധരിക്കുന്നത് വെച്ചാൽ അതിൽ ചിലപ്പോൾ ബലരാമനായിട്ട് കാണുന്നവരുണ്ടാവും. കൃഷ്ണനും ബലരാമനും രാമൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാനെ ആയിരിക്കും ഒരുപക്ഷെ ധരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഗൗഡിയ ആചാര്യന്മാരുടെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രാധാരമൺ അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെയാണ് അവിടെ രാമ എന്ന് വിളിക്കുന്നത്. ഇനി അഥവാ നമ്മൾ ഭഗവാൻ രാമചന്ദ്രനെയാണ് ഓർക്കുന്നത് എന്നുണ്ടെങ്കിലും തെറ്റല്ല, അത് ഭഗവാൻ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ബലരാമനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രഭുപാദും ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. രാധാകൃഷ്ണൻ്റെ പേരുകൾ മാത്രമേ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിലുള്ളൂ. അതാണ്. പിന്നീട് പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതായത് ഓ രാധേ, ഓ കൃഷ്ണ, എന്നെ നിങ്ങളുടെ സേവനത്തിൽ എന്നെയും കൂടെ ചേർക്കണം, അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യാൻ, രാധാകൃഷ്ണനെ സേവിക്കാനുള്ള അവസരം തരണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കണം അതായിരിക്കണം നമ്മുടെ ധ്യാനം എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരോട് പറയുന്നൊരു അപേക്ഷയാണ്, ആക്ച്വലി ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൃഷ്ണനോടും രാധയോടും. അപ്പം നമ്മൾ ഓരോ ജപത്തിലും ആ ഒരു ഭാവമാണ് പ്രഭുപാദ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. കാര്യം ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യാനോ ലീലകൾ ചിന്തിക്കാനോ ഉള്ള ക്വാളിഫിക്കേഷനൊന്നും നമുക്കായിട്ടില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഗുരുവിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് വരും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ, സാധകാവസ്ഥയിൽ നമ്മൾ നാമത്തെ കാണേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഭഗവാന്റെ പാദങ്ങളിൽ, രാധയുടെയും കൃഷ്ണൻ്റെയും പാദങ്ങളിൽ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷാ രൂപത്തിലാണ് അത് പ്രാർത്ഥനയായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. അതാണ് പ്രഭുപാദ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, താങ്ക് യു. സന്തോഷം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വളരെ നല്ലതാണ്. എല്ലാവർക്കും അത് ഉപകാരമാവുകയും ചെയ്യും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണം. എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം.